കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ബാലകന്മാരോടു ചൊല്ലിനാനെല്ലാരും ചാരത്തു ചെല്ലൊല്ലായെന്നിങ്ങനെ കാണുന്ന നേരത്തു ബാലകന്മാരെല്ലാം പായുന്നതെന്തെന്നു ചിന്തിച്ചപ്പോൾ പങ്കജലോചനൻ തന്നോടെ ഉള്ളിലും ശങ്ക തുടങ്ങിയതു മെല്ലെ മെല്ലെ. ബാലകന്മാരെ വിളിച്ചു തുടങ്ങിനാൻ വാഴപ്പഴങ്ങളുമായി ചെമ്മേ. പിന്നെയുമൊന്നുമേ ചാരത്തു ചെല്ലാതെ പിന്നോക്കി മണ്ടുന്ന ബാലകന്മാർ ചൊന്നതു കേട്ടു പറഞ്ഞു തുടങ്ങിനാർ മന്ദിരം തന്നീലേ നിന്നോരെല്ലാം. നിന്നോടു മുന്നം ഞാൻ ചൊന്നോരു വാർത്തകൾ നിർണയമെന്നതു വന്നു തീപ്പോൾ. വാഴപ്പഴങ്ങളെ കാണുന്ന നേരത്തു ബാലകർ ചാരത്തു ചെല്ലുമല്ലോ. മോതിരം തോടകൾ തോൾവള എന്നിവ മോഷണിച്ചിടീന നിരമപ്പോൾ ഇങ്ങനെ ഓരോരോ മന്ദിരം തന്നീലെ നിന്നുള്ളോരെല്ലാരും ചൊല്ലും നേരം എന്നെ കൊണ്ടുള്ളൊരു വാർത്ത എന്നിങ്ങനെ തന്നീലെ നന്നീനാൻ കണ്ണനപ്പോൾ. രാപ്പെരുമാറ്റം നടന്നു തുടങ്ങിനാൽ മന്ദിരം തോറുമം മംഗളം താൻ. അന്നൊരു മന്ദിരം തന്നോടെ ചാരത്തു നന്നായി ചെന്നവൻ നിന്ന നേരം നന്മണം വന്നതിങ്ങെന്തെന്നു ചിന്തിച്ചു നിന്നൊരു മന്ദിരനാഥനപ്പോൾ. മെല്ലവേ നോക്കിന നിരത്തു കാണായി മല്ലവിലോചനൻ തന്നെ ചെമ്മേ. കണ്ടൊരു നേരത്തു മന്ദിരനാഥൻ താൻ മണ്ടിനാൻ ചാരത്തെ മന്ദിരത്തിൽ. സൂക്ഷിച്ചു കൊള്ളേണം നിങ്ങൾ നിങ്ങളെ രൂക്ഷമായുള്ളൊരു വാർത്ത ചൊന്നാൻ. പണ്ടെന്നും കാണാതെ കള്ളരേറെയുണ്ട് കണ്ടു തുടങ്ങുന്നു വിടുതോറും. പേർ പറഞ്ഞിടിലോ വേറൊന്നീ കാര്യം വേർപറിഞ്ഞിടുമിന്നാവു താനേ. ഇങ്ങനെയുള്ള നാളിന്നീലം കൈവിട്ടു എങ്ങാനും പോകലാമെന്നേ വേണ്ടു. തങ്ങളിലിങ്ങനെ ചൊല്ലിന വാർത്തകൾ എങ്ങുമേ ചെന്നോ പരന്ന നേരം നിശ്ചലനായുള്ളൊരച്യുതൻ തന്നോടെ നൽചെവി തന്നീലും ചെന്നു കൂടി. സത്യത്തെ പാലിച്ചു പോരുന്നോരെന്നെ കൊണ്ടിത്തരമായതോ ലോകവാദം. ആരായ വേണം ഞാൻ പാരാതെ പോയിപ്പോൾ നേരറ്റു
നിന്നോരു രത്നമെന്നാൽ എന്നങ്ങു ചിന്തിച്ചു ചൊല്ലി നിന്നിടിനാൻ നിന്നോരു മാലോകരെല്ലാരോടും. നായാട്ടിനായിട്ടു നന്മണി പൂണ്ടങ്ങു പോയൊരു മന്നവൻ വന്നില്ലല്ലോ. ആരാഞ്ഞു കാണേണമെന്നങ്ങു ചിന്തിച്ചു പാരാതെ പോവാനായി ഞാൻ തുനിഞ്ഞു. ചങ്ങാതമായിട്ടു നിങ്ങളുമെല്ലാരും മങ്ങാതെ പോരേണമെമ്പിന്നാലെ. ഇങ്ങനെ ചൊന്നൊരു മംഗലൻ താനപ്പോൾ തിങ്ങിന ലോകരുമായി ചെമ്മേ. കാനനം തന്നിൽ നടന്നു തുടങ്ങിനാൻ കാൺമതിനായിട്ട മന്നവനെ. കാർമുകിൽ വർണ്ണനും മാലോകരെല്ലാരും കാനനം തന്നിലെ തേടും നേരം പാദത്തെ പൂണ്ടൊരു വാജിയെ കാണായി ചേതനയോടു പിരിഞ്ഞു ചെമ്മേ. മന്നവൻ തന്നെയും വാജി തൻ ചാരത്തു ഭിന്നനായി വീണതും ഔവണ്ണമേ. ആരീവൻ തന്നോടെ കാലനെന്നെല്ലാരും ആരാഞ്ഞു നിന്നോരു നേരത്തപ്പോൾ കേസരി വീരൻ പാദങ്ങളെ കാണായി ധൂസരമായോരു ഭൂതലത്തിൽ. കേസരി കൊന്നതെന്നിങ്ങനെ ചിന്തിച്ചു കേസരി തൻ വഴി നോക്കി നോക്കി. നീളെ നടന്നു തുടങ്ങി നേരങ്ങൊരു ശൈലത്തിൻ ചാരത്തു ചെല്ലും നേരം വീരനായുള്ളൊരു കേസരി തന്നെയും വീണു കിടന്നീതു കാണായപ്പോൾ കേസരി വീരനെ കൊല്ലുവാനാവൊരു വീരനിന്നാരു പോലെ നിങ്ങനെ ചിന്തിച്ചു. പിന്നെയും നോക്കുന്ന നേരത്തു ചന്തത്തിൽ കാണായി കാനനത്തിൽ ആൺമതിരണ്ടൊരു ജാമ്പവാൻ തന്നോടെ മേൽമ കളർന്നുള്ള കാൽച്ചുവടും കണ്ടൊരു നേരത്തു ചൊല്ലിനാങ്കല്യനാം കൊണ്ടൽ നേർവർണ്ണൻ താനെല്ലാരോടും. കേസരി വീരനെ കൊന്നുടൻ മെല്ലവേ കേവലം പോയോരു വാനരത്താൻ കൂരിരുട്ടെലുമീ പാതാളം തന്നിലെ കൂശാതെ പുകീനാനെന്നു വന്നു. വാതിൽക്കലമാറു നിൽപ്പീനിന്നെല്ലാരും പാതിച്ച വണ്ണം ഞാൻ ചെന്നു കൊൾവൻ എന്നങ്ങോ ചൊല്ലിന പങ്കജലോചനൻ കന്ദരം തന്നുള്ളിൽ ചെല്ലും നേരം. ബാലകൻ തന്നോടെ ചാരത്തു കാണായി ചാലവീളങ്ങീന നന്മണിയും കണ്ടൊരു നേരത്തു കയ്യിലങ്ങാക്കുവാൻ കൊണ്ടൽ നേർവർണ്ണനാണഞ്ഞ നേരം. ധാത്രിയായുള്ളൊരു പാഴി താനെന്നപ്പോൾ ആർത്തയായി നിന്നു കരഞ്ഞാൾ തിണ്ണം. ചോരനായുള്ളൊരു മാനുഷൻ വന്നിട്ടു ശോഭ കൊടുക്കുന്നോനെന്നിങ്ങനെ എന്നതു കേട്ടൊരു ജാമ്പവാന നേരം മന്നമേഴുന്നേറ്റു പോന്നു വന്നാൻ. വീർത്തു വീർത്തങ്ങനെ ചൊല്ലി നിന്നിടിനാൻ
ചീർത്തു ചീർത്തിടുന്ന കോപത്താലേ മാനുഷരാരുമേ പോരുവിലെന്നോടെ മന്ദിരം തന്നിൽ പണ്ടെന്നും ഇന്നും പേടിയും കൂടാതെ പോരുവാനെന്തു നീ താടനം കൊള്ളുവാനിച്ഛയുണ്ടോ എന്നതു കേട്ടോരു കണ്ണനും ചൊല്ലിനാൻ നിന്നൊരു ജാമ്പവാൻ തന്നെ നോക്കി മാനുഷൻ പോരുവിലെന്നതോ കൈതവം മാനുഷനായ ഞാൻ വന്നേനല്ലോ താടനം കൊണ്ടു നിന്നിമണി തന്നെയും താരാതെ കൊള്ളുവാനിച്ഛയുണ്ട് എന്നതു കേട്ടൊരു ജാമ്പവാൻ ചൊല്ലിനാൻ എങ്കിലോ നീങ്ങൾ നാഥനല്ലോ നിന്നോടെ ദാസന്മാരായതു ഞങ്ങളും എന്നതും ഇന്നിപ്പോൾ വന്നു കൂടും ഇങ്ങനെ ചൊന്നു തൻ ചാരത്തു നിന്നൊരു വൻമരം തന്നെ പറിച്ചു ചെമ്മേ ക്രുദ്ധനായി നിന്നങ്ങു യുദ്ധം തുടങ്ങിനാൻ വൃദ്ധനായി നിന്നോരു ജാമ്പവൻ താൻ ദാരു ഞെരിഞ്ഞു നുറുങ്ങിന നിരത്തു പാരമണഞ്ഞു പിണങ്ങി പിന്നെ രുഷ്ടനായി നിന്നങ്ങു യുദ്ധം തുടങ്ങിനാൻ മുഷ്ടികൾ കൊണ്ടു മങ്ങായ വണ്ണം ജാമ്പവാൻ തന്നോടെ മുഷ്ടികളൊന്നൊന്നെ മേന്മേലെ മേനിയിലേൽക്കും നേരം ഇന്നീര തന്നോടെ ചെമ്പൽ കരം കൊണ്ടു മന്നം തലോടുന്നോളെന്നു തോന്നി കാർവർണ്ണൻ തന്നോടെ കൈതലം മേന്മേലെ വാനരവിരങ്കലേൽക്കും നേരം മേനിയിലേറിന നോവു തുടങ്ങിയതു മാനസം തുള്ളിയിലങ്ങാനന്ദവും 30 നാളങ്ങു മിക്കതുമുണ്ടായി കേൾപ്പു കലർന്നുള്ള മുഷ്ടിയുദ്ധം ആരിവനെന്നുള്ള ചിന്ത തുടങ്ങിയതു വാനരവിരന്നു പരമപ്പോൾ രാവണ വൈരിയായി നിന്നു വിളങ്ങിന രാമനു ബന്ധുവായി നിന്നേനല്ലോ രൂക്ഷങ്ങളായുള്ള മുഷ്ടികളേറ്റല്ലോ രാക്ഷസരന്നു മടങ്ങി ന്യായം മാനുഷൻ തന്നോടു നേരിട്ടു നിന്നിട്ടു ദീനനായി വന്നതു ഞാൻ എന്തിപ്പോൾ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ